വയനാട് ദുരന്തബാധിതരുടെ കടബാധ്യത പൂർണ്ണമായും സർക്കാർ ഏറ്റെടുക്കുമെന്ന് മന്ത്രി കെ രാജൻ. ജില്ലാ കളക്ടറുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ 18,75,00,000 രൂപ സംസ്ഥാനം എഴുതിത്തള്ളും. 555 കുടുംബങ്ങളുടെ 1,620 വായ്പകൾ എഴുതിത്തള്ളാനാണ് മന്ത്രിസഭായോഗം തീരുമാനിച്ചത്. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നാണ് ഈ തുക കണ്ടെത്തുകയെന്നും മന്ത്രി കെ രാജൻ അറിയിച്ചു. ദുരന്തബാധിതരായിട്ടുള്ള മനുഷ്യരുടെ 18,75,69,037 രൂപ 90 പൈസ കൃത്യം കണക്കതാണ്. ആ കടങ്ങൾ പൂർണ്ണമായും 18,75,69,037 രൂപ 90 പൈസ എന്ന അവിടെ നിന്ന് ലഭ്യമായ കടങ്ങൾ പൂർണ്ണമായിട്ടും എഴുതി തള്ളുക എന്ന സ്ഥിതിവിശേഷമാണ് ഇപ്പോൾ നമ്മൾ നടത്തിയിട്ടുള്ളത്. 2-3 പ്രശ്നങ്ങൾ വന്നു. എത്ര പേരുടെ ഏതൊക്കെ വിഭാഗത്തിൽപ്പെട്ട ഒരു സംശയവുമില്ലാതെ നമ്മൾ തീരുമാനിച്ചു. ദുരന്തബാധിതരായി നിശ്ചയിക്കപ്പെട്ട ഫേസ് 1-ലെയും ഫേസ് 2A-യിലെയും ഫേസ് 2B-യിലെയും പുനരധിവാസ പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള 446 കുടുംബങ്ങളിലെ 980 പേർ, മറ്റൊരു ഗുണഭോക്ത പട്ടികയിലും ഉൾപ്പെടാത്ത എന്നാൽ ദുരന്തത്തിൽ മരണപ്പെട്ട വ്യക്തികളും അവരുടെ ബന്ധുക്കളുടെയും ഉൾപ്പെടുന്ന 12 കുടുംബങ്ങളുടെ 23 കടങ്ങൾ, 23 വായ്പകൾ, വാണിജ്യ സ്ഥാപനത്തിലെ വാടകക്കാരായ വ്യാപാരികളുടെ 20 പേരുടെ 61 വായ്പകൾ, വാണിജ്യ കെട്ടിടങ്ങളുടെ ഉടമകളായിട്ടുള്ള 14 പേരുടെ 41 വായ്പകൾ, വാണിജ്യ കെട്ടിട ഉടമകൾ മാത്രമായവരുടെ 2 പേരുടെ 5 വായ്പകൾ, അതോടൊപ്പം ഉപജീവന ഭത്ത ലഭിക്കുന്ന, നേരത്തെ നമ്മൾ 300 രൂപയൊക്കെയായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പറഞ്ഞല്ലോ, ആ ഉപജീവന ഭത്ത ലഭിക്കുന്ന മറ്റൊരു ഗുണഭോക്തൃ പട്ടികയിലും ഉൾപ്പെടാത്ത 61 പേരുടെ 510 കടങ്ങൾ, ഇങ്ങനെ 555 കുടുംബങ്ങളുടെ 1,620 വായ്പകളാണ്. ആ പണം പൂർണ്ണമായിട്ടും സർക്കാർ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് അനുവദിച്ചുകൊണ്ട് വയനാട് ചൂരൽമല ദുരന്തത്തിൻ്റെ ദുരന്തബാധിതരായിട്ടുള്ള മുഴുവൻ പേരുടെയും വായ്പയുമായി ബന്ധപ്പെട്ട കടങ്ങൾ സർക്കാർ ഏറ്റെടുക്കുകയാണ്. ദിൽന വിവരങ്ങൾ നൽകാൻ ചേരുകയാണ്. ദിൽന, വയനാട് ദുരന്തബാധിതരുടെ ദീർഘനാളായുള്ള ആവശ്യമായിരുന്നു ഈ കടം എഴുതിത്തള്ളണം എന്നുള്ളത്. പക്ഷേ അതിന് കേന്ദ്ര സർക്കാരിന് മാത്രമാണ് സാധിക്കുന്നത്. കേന്ദ്രമാകട്ടെ ഈ ദുരന്തബാധിതരോട് ആദ്യഘട്ടം മുതൽ തന്നെ മുഖം തിരിഞ്ഞു നിൽക്കുന്ന സമീപനം. ഈ സാഹചര്യത്തിലാണോ സംസ്ഥാന സർക്കാർ ആ വായ്പകൾ ഏറ്റെടുക്കാനുള്ള തീരുമാനത്തിലേക്ക് എത്തുന്നത്? ഇതിന്റെ ക്രമീകരണങ്ങൾ എങ്ങനെയൊക്കെയാണ്? തീർച്ചയായും അസിത, നമുക്കറിയാം ഹൈക്കോടതിയുടെ ഇടപെടൽ ഉണ്ടായിട്ട് പോലും ഈ ഒരു വായ്പ കടബാധ്യത എഴുതിത്തള്ളാനുള്ള യാതൊരു നടപടിയും യാതൊരു മുന്നൊരുക്കവും കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഇതുവരെയും ഉണ്ടായിട്ടില്ല. അത് തീർത്തും അവഗണിക്കുന്ന ഒരു നിലപാട് തന്നെയാണ് കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത്. പക്ഷേ അവിടെയാണ് ഇപ്പോൾ കേരള സർക്കാർ ഈ ഒരു കടബാധ്യത, വയനാട് ചൂരൽമല ദുരന്തബാധിതരുടെ ഈ ഒരു കടബാധ്യത സർക്കാർ ഏറ്റെടുക്കുകയാണ് എന്നൊരു തീരുമാനത്തിലേക്ക് കേരള സർക്കാർ ഒരു മാതൃകാപരമായ ഒരു നടപടിയിലേക്ക് എത്തിയിട്ടുള്ളത്. ഇതിൽ നമ്മൾ ഇപ്പോൾ തന്നെ കേട്ടു, 6 വിഭാഗങ്ങളിലായിട്ടാണ് 6 വിഭാഗങ്ങളിൽ അല്ലെങ്കിൽ 6 മേഖലകളിൽ ഉൾപ്പെട്ട ആളുകളെയാണ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇതിൽ വയനാട് ജില്ലാ കളക്ടറിൽ നിന്നും ലഭിച്ച റിപ്പോർട്ട് പ്രകാരം 18,75,69,037 രൂപയാണ് കുടിശ്ശിക ഇനത്തിൽ വരുന്നത്. ഇതിൽ 10 ലക്ഷം രൂപയും അല്ലെങ്കിൽ 10 ലക്ഷം വരെയുള്ള വായ്പാ ബാധ്യതയും 10 ലക്ഷത്തിന് മുകളിലുള്ള വായ്പാ ബാധ്യതയും ഒക്കെ ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. 10 ലക്ഷം വരെയുള്ള വായ്പാ ബാധ്യത ഏകദേശം 16 കോടിയിലധികവും 10 ലക്ഷത്തിന് മുകളിലുള്ള വായ്പാ ബാധ്യത ഏകദേശം 1 കോടിയിലധികവുമാണ് വരുന്നത്. ഇത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിൽ നിന്നാണ് ഈ തുക കണ്ടെത്തുക. 555 കുടുംബങ്ങളുടെ 1,620 വായ്പകളാണ് സർക്കാർ ഏറ്റെടുക്കുന്നത്. ഇന്ന് വാർത്താ സമ്മേളനത്തിൽ മന്ത്രി തന്നെ പറയുന്നത് പോലെ ഈ ദുരന്തബാധിതരുടെ കടം എഴുതിത്തള്ളാൻ പ്രധാനമന്ത്രിയോട് പലതവണ ആവശ്യപ്പെട്ടെങ്കിലും അന്നൊന്നും തന്നെ നടപടി ഉണ്ടായില്ല. എന്നല്ല ഈ നിമിഷം വരെ അതിനുള്ളൊരു നടപടി കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നില്ല. കേരളത്തോടുള്ള ഒരു പകപോക്കലാണ് ഇതെന്നും, പക്ഷേ അത് ചൂരൽമലയിലെ മനുഷ്യരോടുള്ള കണ്ണിൽ ചോരയില്ലാത്തൊരു നടപടിയിലേക്കാണ് കടന്നുപോയതെന്നുമാണ് മന്ത്രി ഇന്ന് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത്. അത് കേന്ദ്ര ഗവൺമെന്റ്, കേന്ദ്ര സർക്കാർ ജനങ്ങളോട് മറുപടി പറയേണ്ടതായി തന്നെ ഇത് വരുന്നുണ്ട്. അസിത.